നമസ്കാരം. മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ വിഷ് ചെയ്യാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഇതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വൈറ്റ് പേപ്പറിൽ ഒരു വിമൻ്റെ ഇമേജും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈനെ ഒട്ടിക്കണം. അപ്പം ഞാനിത് രണ്ട് കൈയുടെയും ഇടയിലായിട്ടാണ് ഒട്ടിക്കുന്നത്. അതായത് നമ്മൾ കൈ തുറക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈ പറന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബട്ടർഫ്ലൈസും പറന്ന് ദൂരേക്ക് പോകുന്നത് പോലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു വർക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിമൻസിൻ്റെ ഫ്രീഡത്തെക്കുറിച്ചാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. മുകൾ ഭാഗത്ത് കുറച്ചധികം ബട്ടർഫ്ലൈസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പം പിങ്ക് കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റും റെഡും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വൈറ്റാണ് കൂടുതൽ എടുക്കേണ്ടത്. എന്നിട്ട് വൈറ്റിലേക്ക് നമുക്ക് റെഡ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. പിങ്കോ റോസോ കളർ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ഉദ്ദേശിച്ച കളറായിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിൽ അടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പേപ്പറിന് ചുറ്റുമായിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ പേപ്പർ ഇളക്കി മാറ്റുമ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഈ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള പേപ്പേഴ്സ് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുന്നത്ര ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.